ക്രൂശിൻ സ്നേഹം ഓർത്തിടുമ്പോൾ എന്റെ ഉള്ളം നിറഞ്ഞിടുന്നു ദൈവസ്നേഹം. ആശ്ചര്യമേ അതിനോർമ്മ, ആവനമേ ക്രൂശിൻ സ്നേഹം. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ശരിക്കും സന്തോഷത്തോടുകൂടെ അനുഭവിച്ചുകൊണ്ടിരുന്നതായ ഒരു നിഷ്കന്മഷ യുഗമാണ് നമ്മൾ കാണുന്ന ആദ്യത്തെ മനുഷ്യന്റെ ജീവിതാവസ്ഥ എന്ന് പറയുന്നത്. റൈറ്റ്? അത് ഭയങ്കര സന്തോഷമായിരുന്നു. എന്നാൽ എല്ലാത്തിനെയും തകിടം മറിച്ചുകൊണ്ട് പാപം രംഗപ്രവേശം ചെയ്യുകയാണ്. പാപം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ മനുഷ്യനും ദൈവവും തമ്മിലുള്ള സംസർഗമാണ് നഷ്ടപ്പെട്ടതാണ്, അല്ല വേറെ ഒന്നുമല്ല. ഇൻഫാക്ട് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ ബന്ധം, സംസർഗം അത് നഷ്ടപ്പെട്ടു പോയി. കാരണം ഞാൻ മരണത്തിന്റെ ശിക്ഷയ്ക്ക് അല്ലെങ്കിൽ എനിക്ക് ഒരു അടിമയ്ക്ക് മറ്റൊരു അടിമയ്ക്ക് വേണ്ടി മരിക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലും അടിമ പറയാണെന്ന് വെച്ചോ, എന്നെ കൊന്നു എന്നിട്ട് മറ്റേ ആൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തു എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം രണ്ടുപേരും അടിമയല്ലേ. ഈ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? അടിമയല്ലാത്ത ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു അടിമയെ വിടുവിക്കുവാനുള്ള കഴിവുള്ളൂ. പക്ഷെ ലോകത്തിൽ ജീവിച്ചിട്ടുള്ള സകല മനുഷ്യരും പാപത്തിന് അടിമയായിരിക്കുന്നത് കൊണ്ട് ലോകത്തിലുള്ള ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യന് പകരം മരിക്കാൻ കഴിയത്തില്ല. പാപത്തിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് മറ്റൊരു വ്യക്തിക്ക് മരിക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ടാണ് കൂട്ടുകാരന് വേണ്ടി മറുവില കൊടുപ്പാൻ ആർക്കും കഴിയുകയില്ല. സങ്കീർത്തനത്തിന്റെ 49 സങ്കീർത്തനം വായിക്കുമ്പോൾ സാംസ് 49 അതിന്റെ വേഴ്സ് 7 and 8 നമ്മൾ വായിക്കുമ്പോൾ അവിടെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. 7 and 8, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. സഹോദരന് വേണ്ടി മരിക്കാൻ ആർക്കും കഴിയത്തില്ലെന്നല്ല അവിടെ പറയുന്നത്. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കാനോ ആർക്കും കഴിയുകയില്ല. യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി മരിക്കാൻ ലോകത്തിൽ ഒരാൾക്ക് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ, അത് യേശുവിനാണ്. അതാണ് യേശുവിന്റെ മരണത്തിന്റെ യുണീക്നെസ്. ദാറ്റ് ഈസ് ദ യുണീക്നെസ് ഓഫ് ദ ക്രോസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ ക്രൂശ് നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ യേശുവിന്റെ ക്രൂശ് എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് ചില ചെറിയ, not all the things we can discuss, but I just want to go through some passages that says about the cross of Christ and what it was doing in the history of mankind. മനുഷ്യവർഗത്തിന്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് ചെയ്തത് എന്നുള്ളത് വിവരിക്കുവാനായിട്ട് ചില വേദഭാഗങ്ങൾ മാത്രം ഞാനൊന്ന് ഇന്ന് ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സോ എഫിഷ്യൻസ് 2-ാം അധ്യായത്തിന്റെ 13 മുതൽ ഉള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. 13 onwards. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് അത് സമാധാനമുണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ അവൻ വന്ന ദൂരസ്ഥരായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിലേക്ക് പ്രവേശനവും ഉണ്ട്. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. ഇത് വളരെ എക്സ്പ്ലനേഷൻ ആവശ്യമുള്ള ഒരു പാസേജ് ആണ്. അത് നമുക്ക് വായിച്ച് കുറെ കാര്യമായിട്ട് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇവിടെ പറയുന്നത് ക്രൂശിൽ ശത്രുത്വം ഇല്ലാതെയാക്കി എന്നുള്ളതാണ്. ദിസ് ഈസ് ദ ബിഗസ്റ്റ് തിങ് ദാറ്റ് ജീസസ് ഡിഡ് ഓൺ ദ ക്രോസ്. ശത്രുത്വം ഇല്ലാതെയാക്കി. ആര് തമ്മിലുള്ള ശത്രുത്വം? 2 തരത്തിലുള്ള ശത്രുത്വം ഇല്ലാതെയാക്കി എന്ന് അവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഒന്ന്, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ശത്രുത്വം ഇല്ലാതെയാക്കി. 2, മനുഷ്യനും തമ്മിലുള്ള ശത്രുത്വവും ഇല്ലാതെയാക്കി. ഇത് രണ്ടും ഉണ്ട്. ഇത് രണ്ടും പ്രധാനമാണ്. പലപ്പോഴും നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ പറയും അത് ഞാനും ദൈവവും തമ്മിൽ തീർത്തോളാകും. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു പരിപാടി ക്രിസ്തീയ ജീവിതത്തിലില്ല. ഞാനും ദൈവവും തമ്മിൽ തീർക്കുന്ന പരിപാടിയൊന്നുമില്ല. തീർക്കേണ്ടത് ദൈവവും ഞാനും തമ്മിൽ മാത്രമല്ല, ഞാനും എന്റെ സഹോദരനും തമ്മിലുള്ളതും ഞാനിവിടെ തീർത്തലേ പറ്റൂ. കാരണം യേശു കർത്താവ് ക്രൂശിൽ മരിച്ചപ്പോൾ ശത്രുത്വം ഇല്ലാതാക്കിയത് ദൈവവുമായിട്ടുള്ള ശത്രുത്വം മാത്രമല്ല, പിന്നെ മനുഷ്യനുമായിട്ടുള്ള ശത്രുത്വവും കൂടെ അവൻ ഇല്ലാതെയാക്കുന്നുണ്ട്. ദൈവവുമായിട്ടുള്ള ശത്രുത്വത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ നിഷ്കന്മഷ യുഗത്തിൽ ദൈവവും മനുഷ്യനും നമ്മൾ യാതൊരു ശത്രുത്വം ഇല്ലായിരുന്നു. പക്ഷെ നിഷ്കന്മഷ യുഗത്തിൽ എങ്ങനെയായിരുന്നു? നമ്മൾ ഹാർമണിയിലായിരുന്നു. ദൈവവുമായിട്ട് നല്ല സ്വരച്ചേർച്ചയിലായിരുന്നു. ഹാർമോണിയസ് ആയിരുന്നു.
every cool of the day, God was coming down and talking to them, even talks and jokes. I used to say, കർത്താവ് ഇറങ്ങി വന്ന് വെറുതെ ഇങ്ങനെ എന്താ എക്കോയിലൂടെ സംസാരിക്കുന്ന പോലെ രണ്ടു മൂന്ന് വർത്തമാനം പറഞ്ഞ് തിരിച്ചു പോയൊന്നുമല്ല. ഇറ്റ് വാസ് എ ഫാമിലി അഫെയർ. ഗോഡ് വാസ് കമ്മിങ് ഡൗൺ. ഒരു കുടുംബത്തിൽ പിതാവ് വരുന്നത് പോലെ ആദമിന്റെ ഹവ്വയുടെയും ഭവനത്തിലേക്ക് പിതാവ് വന്ന് അവരോട് സംസാരിക്കുന്നത് പോലെ ഈവനിങ്സ് ദൈവം വന്ന് അവരോട് സംസാരിക്കുകയും അവരുമായിട്ട് ഒരുപക്ഷെ ഭക്ഷണം പോലും കഴിച്ചിരുന്ന ഞാൻ ചിന്തിക്കുന്നത്. അബ്രഹാമിന്റെ വീട്ടിൽ വന്ന് ദൈവത്തിന് ഭക്ഷണം കഴിക്കാമെങ്കിൽ തീർച്ചയായിട്ടും ആദമിന്റെ വീട്ടിലും ദൈവത്തിന് ഭക്ഷണം കഴിക്കാൻ മടിയൊന്നും ഉണ്ടാകത്തില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ദിവസം തോട്ടത്തിൽ ചെയ്ത കാര്യങ്ങളും അതെല്ലാം വൈകുന്നേരം സ്കൂളിൽ നിന്ന് പിള്ളേർ വന്ന മാതാപിതാക്കളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും പിതാവായ ദൈവത്തോട് ഡിസ്ക്രൈബ് ചെയ്യുകയും അങ്ങനെ ഒരു ക്ലോസ് അസോസിയേഷൻ, റിലേഷൻ, കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിയൻ ഒക്കെ സൂക്ഷിച്ചുകൊണ്ടിരുന്നതായ അത്രയ്ക്കും അടുപ്പമുണ്ടായിരുന്നതായ ഒരു സമയം. എന്നാൽ പാപം എന്ത് ചെയ്തു? മനുഷ്യനെ ദൈവത്തിന്റെ ശത്രുവാക്കി, ദൈവത്തെ വിദൂരത്തിലാക്കി. അത് ദൈവത്തെ വിദൂരത്തിലാക്കി എന്ന് പറയുമ്പോൾ ദൈവം മാത്രം ചിന്തിച്ച ഒരു കാര്യം മാത്രമൊന്നുമല്ല, ആ ശത്രുത്വം മനുഷ്യന്റെയും കൂടെ മനസ്സിലാണ് കടന്നുകൂടിയിരിക്കുന്നത്. ഇൻഫാക്ട് പാപം ചെയ്ത ദിവസവും എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി എന്റെ കണ്ണുകളെ നനയിക്കുന്ന ഒരു വലിയ അനുഭവമാണ്. ശരിക്കും എല്ലാ ദിവസവും വൈകുന്നേരം ദൈവം ഏദൻ തോട്ടത്തിലേക്ക് ഇറങ്ങി വന്ന് ആദമിനോട് ഹവ്വയോട് സംസാരിക്കുന്നതിനകത്ത് എനിക്ക് വലിയ അത്ഭുതം തോന്നിയിട്ടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ ഓൾ ആദാം ദൈവത്തിന്റെ മകൻ എന്നാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. ദാറ്റ് മീൻസ് ഗോഡ് വാസ് സെപ്പറേറ്റിംഗ് ഹിം ആസ് ഓർ ഗിവിംഗ് ഹിം എ സൺഷിപ്പ്, ഒരു പുത്രത്വം നൽകി ആദമിനെ സ്വന്തം പുത്രൻ എന്നതുപോലെ കരുതി ദൈവത്തിന്റെ സകല മഹത്വവും അല്ലെങ്കിൽ ആ ദൈവികതയുടെ ആ മുഴുവൻ കാര്യങ്ങളും അവന് കാണിച്ചു കൊടുത്ത് ഒരു സഹവാസത്തിൽ ജീവിക്കുമ്പോൾ അവൻ ഇറങ്ങി വരുന്നു. വളരെ ഒരു വിശുദ്ധരായ രണ്ട് തന്റെ കുഞ്ഞുങ്ങളുടെ മധ്യത്തിലേക്ക് കർത്താവ് ഇറങ്ങി വരുന്നത് എനിക്ക് വലിയ ഒരു അത്ഭുതമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ പാപം ചെയ്ത അന്ന് വൈകുന്നേരവും ദൈവം ഇറങ്ങി വന്നു എന്നുള്ളത് എന്റെ കണ്ണുകളെ നനയിക്കുന്ന ഒരു അനുഭവമാണ്. അതിന്റെ അർത്ഥം എന്താണ്? പാപം ചെയ്തപ്പോൾ ദൈവം മനുഷ്യനെ ഉപേക്ഷിക്കുകയായിരുന്നില്ല. ശരിക്കും മനുഷ്യൻ ദൈവത്തെ ഉപേക്ഷിക്കുകയായിരുന്നു. യു അണ്ടർസ്റ്റാൻഡ്? ദൈവത്തെ ഉപേക്ഷിക്കുകയായിരുന്നു. ഈ ഭാഗത്തെക്കുറിച്ച് ഞാൻ ചില സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഏലി വിസൽ എന്ന് പറയുന്ന ഒരു നോബൽ പ്രൈസ് വിന്നറുണ്ട്. ഒരു ജ്യൂ ആണ്. അദ്ദേഹം ജർമ്മനിയിൽ ആയിരുന്നു. ജർമ്മൻ റൈറ്ററാണ്. ജർമ്മനിയിൽ അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് ഈവൻ ഹി വാസ് സഫറിങ് വെരി മച്ച്. ഹിറ്റ്ലറുടെ കാലഘട്ടത്തിൽ കോൺസെൻട്രേഷൻ ക്യാമ്പിലൊക്കെ സഫർ ചെയ്തിട്ടുള്ള ആളാണ് ഏലി വിസൽ. ഒരു നോബൽ പ്രൈസ് വിന്നറാണ്. അദ്ദേഹമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഞാൻ ഒരു പ്രാവശ്യം വായിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം പക്ക ജ്യൂ, ശരിക്കും ആ ജൂയിഷ് മൈൻഡിലാണ് എല്ലാ കാര്യങ്ങളും അത് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവം, അതായത് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ യഹൂദന്മാരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ജൂയിഷ് റബി, ആ റബിയെയും കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പിടിച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നാച്ചുറലി പോലീസുകാരൊക്കെ ഇദ്ദേഹത്തെ ഇങ്ങനെ കളിയാക്കാൻ തുടങ്ങി. ഉടനെ ഒരു പോലീസുകാരൻ വന്നിട്ട് ഈ റബിയോട് പറഞ്ഞു, റബി, I also read Bible sometimes. My parents were Christians, so we had a Bible in our home. ഞങ്ങളുടെ വീട്ടിലൊരു ബൈബിൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊക്കെ അന്ന് വായിച്ചിട്ടുണ്ട്. പക്ഷെ അത് വായിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഞാൻ തുടങ്ങിയതേ ഉള്ളൂ. അന്നേരം അവിടെ കണ്ടു ആദാമിനോട് ദൈവം ചോദിക്കണം, ആദാമേ നീ എവിടെയെന്ന്. അപ്പൊ നിങ്ങളൊക്കെ പറയുന്നത് ദൈവം സർവ്വജ്ഞാനിയാണ്, സർവ്വവ്യാപിയാണ്, പിന്നെ എന്തിനാണ് ദൈവം ആദാമേ നീ എവിടെയെന്ന് ചോദിച്ചത്? എവിടെയാണ് ദൈവത്തിന് അറിയത്തില്ലായിരുന്നു? അന്ന് ഞാൻ ആ വായന നിർത്തിയെന്ന്. ഇങ്ങനെയുള്ള സില്ലി കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് he wanted to make fun of that respected Rabbi. എന്നാൽ റബി അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ, ഇഫ് യു ആർ സീരിയസ് ഐ വിൽ ടെൽ എക്സാക്ട്ലി വാട്ട് ഇറ്റ് മീൻ. നീ സീരിയസ് ആണെങ്കിൽ ആ പാസേജിന്റെ എന്താണ് അതിന്റെ അർത്ഥം എന്നുള്ളത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. എന്നിട്ട് റബി പറഞ്ഞത്, ദൈവത്തിന് ആദാം എവിടെയാണെന്ന് ജോഗ്രഫിക്കലായിട്ട് അറിയാൻ വയ്യാഞ്ഞത് കൊണ്ട് അവൻ ചോദിക്കുകയല്ല നീ എവിടെയാണെന്ന്. അത് മറ്റൊരർത്ഥമാണ്. ആദാമേ, ഇപ്പോൾ നീ എവിടെയാണ് എന്നാണ് ശരിക്കും ചോദ്യം. ഇപ്പോൾ നീ എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ നിന്നെ എവിടെയാണ് ആക്കിയത്, ഇപ്പോൾ നീ ഏത് സ്ഥാനത്താണ് എന്നാണ് ചോദ്യം. യു അണ്ടർസ്റ്റാൻഡ്? ആദാമിന്റെ മുമ്പിൽ ചങ്ക് പൊട്ടി കർത്താവ് ചോദിക്കുകയാണ്, മോനെ ആദമേ, ഞാൻ നിന്നെ എവിടെയാക്കിയത്? നീ എന്തായി കാണിച്ചത്? ഇപ്പോൾ നീ എവിടെയാണ്? എന്റെ സാന്നിധ്യത്തിൽ ഞാൻ വരുമ്പോൾ ഓടി അടുത്തുകൊണ്ടിരുന്ന നീ ഇപ്പോൾ ഏതവസ്ഥയിലാണ് എന്നാണ് ചോദ്യം. ഞാൻ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ സ്നേഹമില്ലായ്മയുടെ, ദൈവം മനുഷ്യനെ ശത്രുവാക്കിയിട്ട് തള്ളിക്കളഞ്ഞു എന്നുള്ള അർത്ഥത്തിലല്ല. ആ ശത്രുത്വത്തിന്റെ ദൈവം മനുഷ്യനിൽ നിന്ന് ഓടുകയല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ഓടുകയാണ്. അവനെ മടക്കി വരുത്താൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. പക്ഷെ അവൻ മടങ്ങി വരാൻ തയ്യാറല്ല. അവൻ പറഞ്ഞു, ഞാൻ നഗ്നനായിരുന്നു പറഞ്ഞപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഒരു പക്ഷേ, എനിക്കറിയത്തില്ല, ഐ കനോട്ട് സേ, എനിക്ക് അത്രയ്ക്കുള്ള അറിവൊന്നുമില്ല, എങ്കിലും ഞാൻ പറയാണ്, എന്റെ ചിന്ത, എന്റെ പിതാവേ, ദൈവമേ, ഞാൻ തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ എന്നവൻ പറഞ്ഞായിരുന്നെങ്കിൽ തീർച്ചയായും ദൈവം അവനെ അക്സെപ്റ്റ് ചെയ്യുമായിരുന്നെന്നാണ് എന്റെ മാനുഷിക ബുദ്ധിയിൽ ഞാൻ പറയുന്നത്. അതിന്റെ തിയോളജി ഒന്നും എന്നോട് ചോദിക്കരുത് ദയവ് ചെയ്ത്. പക്ഷേ
തെറ്റിപ്പോയി എന്നല്ല അവൻ പറയുന്നത്. കർത്താവ് ചോദിക്കുന്നു, നീ തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷത്തിന്റെ ഫലം നീ തിന്നുവോ? ഞാൻ പറയുന്നത് എന്താ? തിന്നു, ബട്ട് ദാറ്റ് ഇസ് നോട്ട് മൈ ഫോൾട്ട്. തിന്നു, പക്ഷെ അതെന്റെ കുറ്റം അല്ല. നീ എനിക്ക് കൂട്ടിനിരുന്ന സ്ത്രീ, ഞാൻ വെറുതെ ആയിരുന്നപ്പോൾ എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു. നീ അല്ലയോ ഒരെണ്ണത്തിനെ കൊണ്ട് എന്നെ വണ്ടയ്ക്ക് ഇട്ടത്. ഇറ്റ് ഈസ് യുവർ ഫോൾട്ട്. ഈവൻ ഇറ്റ് ഈസ് നോട്ട് ദ ഫോൾട്ട് ഓഫ് ദ വുമൺ, ബട്ട് ഹി സേസ് ദാറ്റ് ഇസ് ദ ഫോൾട്ട് ഓഫ് ഗാഡ്. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ ആരെ കുറ്റം പറഞ്ഞാലും ആത്യന്തികമായി ആ കുറ്റം ചെന്ന് നിൽക്കുന്നത് ദൈവത്തിലാണ്. കാരണം നിങ്ങളൊരു സാഹചര്യത്തെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഈ സാഹചര്യം തന്ന ദൈവം വിവരമില്ലാത്തവനാണെന്നാണ്. യു സേ ദാറ്റ് ഗാഡ് ഈസ് നോട്ട് വൈസ് ഇനഫ് ടു ഹാൻഡിൽ തിങ്സ്. യു അണ്ടർസ്റ്റാൻഡ്? നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ കുറ്റം പറഞ്ഞാൽ നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾക്ക് തന്ന ദൈവത്തെയാണ് നിങ്ങൾ കുറ്റം പറയുന്നത്, അല്ല നിങ്ങൾ നിങ്ങളുടെ ഭാര്യയൊന്നുമല്ല കുറ്റം പറയുന്നത്. നിങ്ങൾ ഭർത്താവിനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഭർത്താവിനെ തന്ന ദൈവത്തെയാണ് നിങ്ങൾ കുറ്റം പറയുന്നത്. അതുകൊണ്ട് കുറ്റം പറയുന്നവർ ശ്രദ്ധിക്കുക, ആത്യന്തികമായി നിങ്ങളുടെ അമ്പ് ചെന്ന് തറയ്ക്കുന്നത് കർത്താവിന്റെ നെഞ്ചത്താണ്. ഐ എം നോട്ട് ജോക്കിംഗ്. അതുകൊണ്ട് കുറ്റം പറയുന്നവരൊക്കെ സൂക്ഷിച്ചോണം. നിങ്ങൾ കുറ്റം പറയുന്നത് സാഹചര്യത്തെയോ നിങ്ങളുടെ മറ്റുള്ള വ്യക്തിത്വങ്ങളെയോ നിങ്ങളുടെ ഓഫീസറെയോ നിങ്ങളുടെ ബോസിനെയോ ഒന്നുമല്ല കുറ്റം പറയുന്നത്. ഫൈനലി എവിടെ ചെന്നാണ് ഈ അമ്പ് തറയ്ക്കുന്നത്? ദൈവത്തിന്റെ ഹൃദയത്തിലാണ് ചെന്ന് തറയ്ക്കുന്നത്. നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ പറയുന്നത് ഗാഡ് ഈസ് നോട്ട് വൈസ് ഇനഫ് ടു ഡു തിങ്സ് എന്നാണ് പറയുന്നത്. ദൈവത്തിന് കാര്യങ്ങൾ ശരിയായി ചെയ്യാനുള്ള ബുദ്ധിയൊന്നും ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു സാഹചര്യത്തിലൂടെ എന്നെ കടത്തി വിടുമോ എന്നാണ് ചോദിക്കുന്നത്. ബട്ട് യു നീഡ് ടു നോ ദാറ്റ് ഗാഡ് ഈസ് വൈസർ ദാൻ യു. നിങ്ങളെക്കാൾ ബുദ്ധിയുള്ളവനാണ് ദൈവം എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് നിങ്ങളുടെ സകല ജീവിത സാഹചര്യങ്ങളും ദൈവം നിങ്ങൾക്ക് തരുമ്പോൾ അതിനുവേണ്ടി നന്ദി കരയേറ്റുവാനായിട്ട് നിങ്ങൾ കഴിയണം. ദൈവം നമ്മെക്കാൾ ബുദ്ധിയുള്ളവനാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് എല്ലാത്തിനായും സ്തോത്രം ചെയ്യുവാൻ നമുക്ക് വാസ്തവത്തിൽ കഴിയുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ പാപം മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ ശത്രുത്വത്തിലാക്കി. ദൈവം വിദൂരത്തിലായി. ദൈവത്തെ എത്തിപ്പിടിക്കാനായിട്ട് മോശ നിയമത്തിന്റെ ഒരു കയറേണി കൊണ്ടു തന്നു. പക്ഷേ ഓൾറെഡി ദൈവസംസർഗം നഷ്ടപ്പെട്ട ചൈതന്യമില്ലാതിരുന്ന എനിക്ക് ആ നിയമത്തിന്റെ കയറേണിയിൽ ചവിട്ടി ചവിട്ടി കയറുവാൻ ഒരിക്കലും കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് ദൈവം യേശു എന്താണ് ആത്മാവിന്റെ ചിറകുകൾ തന്ന് എന്നെ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് അടുപ്പിക്കുകയാണ്. പക്ഷേ എനിക്ക് ആത്മാവിന്റെ ചിറകുകൾ തന്ന് ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് എന്നെ കൊണ്ടുപോകാൻ വേണ്ടി യേശുവിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. യേശു തന്റെ രക്തമൊഴുക്കിയാണ് മനുഷ്യനെ പുതിയ ലോകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്, കൃപയുടെ ലോകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. നേരത്തെ ഞാൻ വിയർപ്പുമായാണ് ചെന്നത്, എന്നാൽ ഇപ്പോൾ യേശു അവന്റെ രക്തം കൊണ്ട് എന്റെ വിയർപ്പിനെ ഒപ്പിയെടുക്കുകയാണ്. ഹല്ലേലൂയ. കൃപയുടെ ചിറകിൽ കയറി ഞാനൊരു പുതിയ ലോകത്തിലേക്ക് അവൻ എന്നെ കയറ്റുകയാണ്. ദൈവ സാന്നിധ്യത്തിന്റെ ഒരു ലോകത്തിലേക്ക്, ദൈവ സംസർഗത്തിന്റെ ഒരു ലോകത്തിലേക്ക്, കർത്താവുമായിട്ടുള്ള അടുപ്പത്തിന്റെ ഒരു ലോകത്തിലേക്ക്, ദൈവ സാന്നിധ്യത്തിൽ സന്തോഷം അനുഭവിക്കുന്ന ആത്മാവിന്റെ പുതിയ ഒരു ലോകത്തിലേക്ക്. വാട്ട് ഈസ് ദ കിങ്ഡം ഓഫ് ഗാഡ്? ദ കിങ്ഡം ഓഫ് ഗാഡ് ഈസ് റൈച്ചസ്നെസ്, പീസ് ആൻഡ് ജോയ് ഇൻ ദ ഹോളി ഗോസ്റ്റ്. എന്നെ ഭയങ്കര സന്തോഷത്തിന്റെ ആഘോഷത്തിന്റെ ഒരു ലോകത്തിലേക്ക്, സെലിബ്രേഷന്റെ ഒരു ലോകത്തിലേക്ക് യേശു കർത്താവ് കൈപിടിച്ചുയർത്തുകയാണ്. പക്ഷേ അതിന് ഭയങ്കര ഒരു വിലയാണ് കർത്താവ് കൊടുത്തത്. എന്ത്? ഹി വാസ് ഗിവിംഗ് ഹിസ് ഓൺ ക്രോസ്, ഹിസ് ഓൺ ബ്ലഡ്. ആൻഡ് ഇൻ ദ ക്രോസ് ഇവൻ ശത്രുത്വം ഇല്ലാതാക്കുകയാണ്. എങ്ങനെ? അവന്റെ ഒരു കൈ കൊണ്ട് അവൻ എന്റെ കയ്യെ പിടിച്ചു, മറ്റേ കൈ കൊണ്ട് അവൻ ദൈവത്തിന്റെ കയ്യിൽ പിടിച്ചിട്ട് എന്ത് ചെയ്തു? അവൻ ആ ശത്രുത്വം ഇല്ലാതെയാക്കി. ദൈവത്തെയും മനുഷ്യനെയും ഒരുമിച്ച് യോജിപ്പിച്ചുകൊണ്ട്, കാൽവറി ക്രൂശിൽ അവൻ ഒരുമിച്ച് യോജിപ്പിച്ചുകൊണ്ട് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ശത്രുത്വം അവൻ ഇല്ലാതെയാക്കി. മനുഷ്യനും തമ്മിലുള്ള ശത്രുത്വവും അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. യുനോ, ഫ്രം ദ വെരി ബിഗിനിങ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദമും ഹവ്വയും പാപം ചെയ്തതിന്റെ പിറ്റേ ദിവസം അല്ലെങ്കിൽ പാപം ചെയ്ത അന്ന് തന്നെ അവർ തമ്മിൽ പിണങ്ങുകയാണ്. അവർ തമ്മിൽ അന്യോന്യം എന്താണ്? കുറ്റാരോപണങ്ങളാണ്, ഇല്ലേ? കുറ്റാരോപണങ്ങളാണ്. അതിന്റെ അർത്ഥം എന്താണ്? അവർ തമ്മിൽ ശത്രുക്കളായിരിക്കുകയാണ്. സ്ത്രീയോട് ചോദിച്ചു, നീയാണോ ഇത് ചെയ്തത്? എന്റെ കുറ്റമല്ല, ഇതേപോലുള്ള കുറച്ച് സർപ്പത്തെ പോലുള്ള കുറെ എണ്ണത്തിനെ നീ സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ട്, അതുകൊണ്ടല്ലേ ആ സർപ്പം വന്ന് എന്നെ വഞ്ചിച്ചത് കൊണ്ടാണ്. ഇറ്റ് ഈസ് നോട്ട് മൈ ഫോൾട്ട്. ദെൻ ഹൂസ് ഫോൾട്ട്? ഇറ്റ് ഈസ് യുവർ ഫോൾട്ട്. ആഫ്റ്റർ ഓൾ കുറ്റമാരുടെയാണ്? ദൈവത്തിന്റെ. പക്ഷെ ഇവരെന്ത് ചെയ്യുന്നു? അന്യോന്യം കുറ്റം പറഞ്ഞുകൊണ്ട് രണ്ട് തട്ടുകളിലേക്ക് മാറുകയാണ്. ദൈവം യോജിപ്പിച്ച് നിർത്തിയ ആദമും ഹവ്വയും ഇപ്പോൾ രണ്ട് തട്ടുകളിലാണ്. അപ്പോൾ അന്ന് തൊട്ട് തുടങ്ങിയതാണ് മനുഷ്യൻ തമ്മിലുള്ള ശത്രുത്വം എന്ന് പറയുന്നത്. പിന്നെ അത് എന്താണ്? ഭവനങ്ങൾ തമ്മിലുള്ള ചിദ്രിപ്പായി, ഭവനങ്ങൾക്കുള്ളിൽ തന്നെ ചിദ്രിപ്പായി, ഭവനങ്ങൾ തമ്മിലുള്ള ചിദ്രിപ്പായി, അതിനുശേഷം ഗോത്രങ്ങൾ തമ്മിലുള്ള ചിദ്രിപ്പായി, രാജ്യങ്ങൾ തമ്മിലുള്ള ചിദ്രിപ്പായി, ദേശങ്ങൾ തമ്മിലുള്ള ചിദ്രിപ്പായി, ജാതികൾ തമ്മിലുള്ള ചിദ്രിപ്പായി. യഹൂദൻ പറഞ്ഞു ബാക്കിയുള്ള എല്ലാവരും നരകത്തിലേക്ക് പോവുകയാണ്.
ജാതികളെ ദൈവം സൃഷ്ടിച്ചത് എന്തിനാണെന്ന് യഹൂദ റബിമാരിൽ ഷമായി എന്ന് പറയുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്. ആ ഷമായിയുടെ അനുയായികൾ പറഞ്ഞത് ജാതികളെ ദൈവം സൃഷ്ടിച്ചത് നരകം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്, ഗഹന്ന. അപ്പൊ അത് കത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ എപ്പോഴും കത്തണമെങ്കിൽ വിറക് വേണം, അതിനുവേണ്ടിയാണ് ദൈവം ജാതികളെ സൃഷ്ടിച്ചത് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് മറ്റുള്ളവരെ they were looking down towards the Gentile people. So there was enmity between the Jewish people and the non-Jewish people. യഹൂദന്മാരും യഹൂദ ഇതരരും അല്ലെങ്കിൽ ജാതികളും തമ്മിലുള്ള ആ എന്താണ് വിയോജിപ്പിനെ യേശു കർത്താവ് കാൽവറി ക്രൂസിൽ ഇല്ലാതെയാക്കി. അതാണ് ഈ ഭാഗം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാസേജാണ്, പക്ഷെ അത് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ മുന്നോട്ട് പോകുകയാണ്. യു ജസ്റ്റ് റീഡ് ദാറ്റ് പാസേജ്. ക്രൂശ് ശത്രുത്വം ഇല്ലാതെയാക്കുകയാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ശത്രുത്വത്തെ അവൻ ഇല്ലാതെയാക്കി എന്ന് തന്നെയല്ല, മനുഷ്യനും തമ്മിലുള്ള ശത്രുത്വവും ഇല്ലാതെയാക്കി. അതുകൊണ്ട് ക്രൂശിൽ പ്രശംസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവവുമായിട്ട് സംസർഗം ഉണ്ടാകുന്നത് പോലെ തന്നെ സകല മനുഷ്യരുമായിട്ടും സംസർഗം ഉണ്ടാക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ക്രൂശിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ ഗ്രഹിച്ചിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ എങ്ങനെ കഴിയുമെന്നാണ് യാക്കോബ് അപ്പോസ്തലൻ ചോദിക്കുന്നത്. സ്നേഹം ഓർത്തിടുമ്പോൾ എൻ്റെ ഉള്ളം നിറഞ്ഞിടുന്നു ദൈവസ്നേഹം. ആശ്ചര്യമേ അതിനോർമ്മ, ആവനമേ ക്രൂശിൻ സ്നേഹം. ഓർത്തിടുമ്പോൾ എൻ്റെ ഉള്ളം നിറഞ്ഞിടുന്നു ദൈവസ്നേഹം. ആശ്ചര്യമേ അതിനോർമ്മ, ആവനമേ വെറും വാക്കുകൊണ്ടു നിൻ സ്നേഹം വർണ്ണിക്കുവാൻ സാധ്യമല്ല എൻ പ്രിയമുള്ള രക്ഷകനെ. നന്ദി യേശുവേ, 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 നന്ദി യേശുവേ. ഒരു നറുപ്പൂവിനെ ഞെരിച്ചമർത്തും പോലെ നിന്ദേഹം ക്രൂരമായി തകർത്തുവോ. കാൽകരം തുളച്ച കാരിരുമ്പാണിയിൽ ദൈവത്തിൻ കുഞ്ഞാടെ നീ പിടഞ്ഞോ. സാക്ഷാൽ നീ എൻ്റെ വേദന ചുമന്നു, നിന്നടിപ്പിണരിൽ ഞാൻ സൗഖ്യമായി. എൻ സമാധാനത്തിൻ ശിക്ഷ നീ വഹിച്ചു, നിന്നീണത്താൽ ഞാൻ ശുദ്ധനായി.
വെറും വാക്കുകൊണ്ടു നിൻ സ്നേഹം വർണ്ണിക്കുവാൻ സാധ്യമല്ല എൻ പ്രിയമുള്ള രക്ഷകനെ. നന്ദി യേശുവേ, നന്ദി യേശുവേ.